അല്ല, ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ അത്? ഐ എം ടോട്ടലി ഡിസ്റ്റർബ്. എന്താ കാര്യം? എന്താ കാര്യം എന്ന് പറയൂ. ഞാനൊരു ബാങ്ക് മാനേജറാണ്. ഓഹോ, അതുകൊണ്ട് ഐ എം വെരി മച്ച് വറീഡ്. എന്താ ബാങ്ക് സംബന്ധമായ കുഴപ്പം കാണിച്ചോ? അയ്യോ, അതല്ല. എനിക്ക് കുറച്ച് സംസാരിച്ചാൽ ആശ്വാസം കിട്ടും. റൈറ്റ്. കേൾക്കുന്നത് ഞാനായാ മതിയോ? എനിക്കത് ആരോടെങ്കിലും പറഞ്ഞാൽ മതി. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഊട്ടി വരെ വന്നത്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. കിങ്ങിണിക്കര ഗ്രാമത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഞാനവിടെ ചെല്ലുമ്പോൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ മഹാൻ ആരായാലും ശരി. ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. അദ്ദേഹം കുറച്ചു കാലമെങ്കിലും ഈ കിങ്ങിണിക്കര ഗ്രാമത്തിൽ ജീവിച്ചിരുന്നിരിക്കും. ഞാൻ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ വച്ചായതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. എനിക്ക് കിട്ടാവുന്നതിലേറെ സ്നേഹവും സഹകരണവും നിങ്ങൾ തന്നിരിക്കുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ ഏതാനും വ്യക്തികളെ ഈ അവസരത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ടത് മാളിയേക്കലെ മഹേശ്വരി അമ്മയാണ്. ഒരു മഹിളാ സമാജം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കും എന്റെ സ്ഥാപനത്തിനും അവർ നൽകിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഒരിക്കലും മറക്കാവുന്നതല്ല. മഹേശ്വരി അമ്മയെ പറ്റി പറയുമ്പോൾ ഗോകുലത്തിലെ തങ്കമണി കുഞ്ഞമ്മയും എനിക്ക് മറക്കാൻ പറ്റില്ല. മഹിളാ സമാജത്തിന്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അവർ തന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ബാങ്കുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ എല്ലാം കണ്ണിനുണ്ണിയായ റവറൻ ഫാദർ ജോൺ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ചിരിയോടുകൂടി എന്നെ വീക്ഷിക്കുന്നത് എനിക്ക് കാണാം. പള്ളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റേത് മാത്രമല്ല എന്ന് തെളിയിച്ചത് അദ്ദേഹം മാത്രമാണ്. സ്വൽപ്പം എടുത്തിയാട്ടക്കാരനാണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഭാർഗവൻ പിള്ളയെയും എനിക്ക് മറക്കാനാവില്ല. നന്ദി പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. എന്നാലും ഞാൻ നന്ദി പറയുന്നു, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി. ഇപ്പോഴിവിടെ ഇല്ലെങ്കിൽ തന്നെയും എനിക്കൊരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ആശുപത്രിയുടെ കാര്യമായാലും ശരി, സ്കൂളിന്റെ കാര്യത്തിലായാലും ശരി, പള്ളിയുടെ കാര്യത്തിലായാലും ശരി, കൈ അയഞ്ഞ സംഭാവനകളും സഹായ സഹകരണങ്ങളും നൽകി ഈ നാട്ടുകാരുടെ ഒന്നടങ്കം സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയ അദ്ദേഹത്തിന്റെ പരിചരണവും എനിക്ക് കുറച്ചുനാൾ അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരുത്തരെയായി എടുത്തെടുത്ത് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ നാട്ടുകാരോട് മൊത്തത്തിലുള്ള എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ പുതിയ മാനേജർ ശ്രീ ഓമനക്കുട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അടുത്തതായി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടന്റായ ശ്രീമാൻ ജോയിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ദീർഘമായൊരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ മാനേജറായി ചാർജെടുത്ത ശ്രീ ഓമനക്കുട്ടന് എന്റെ വ്യക്തിപരമായ പേരിലും ബാങ്കിലെ ജീവനക്കാരുടെ പേരിലും ഞാൻ സ്വാഗതം നേരുന്നു. ഇനി കസ്തൂർബ മഹിളാ സമാജത്തിന്റെ പേരിൽ റിട്ടയർ ചെയ്തു പോകുന്ന നമ്പ്യാർ സാറിന് ഹാരാർപ്പണം നടത്താൻ സമാജം പ്രസിഡന്റ് ശ്രീമതി മഹേശ്വരമ്മയെ ക്ഷണിച്ചോളുന്നു. ഇനി ഒരു ചെറിയ ചായ സൽക്കാരമുണ്ട്, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. പിന്നെ മഹേശ്വരി, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്താ നത്തുന്? രാജപ്പൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഇട്ടുകൊടുത്ത് ശരിപ്പെടുത്തി എടുക്കണമെന്ന് എന്റെ ആഗ്രഹം. അത് കൊള്ളാം. ഒന്നാം പഠിത്തത്തിൽ പുറകോട്ടാണല്ലോ. എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന അവന് നല്ലത്. അതിപ്പോ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവന്റെ കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നാണ് എന്റെ അഭിപ്രായം. അവന് ബിന്ദുവിനെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണല്ലോ. നമ്മള് അത്ര ധൃതി കാണിക്കണം നാത്തൂനെ.
അതെന്താ മഹേശ്വരി അങ്ങനെ പറഞ്ഞത്? നമ്മൾ നേരത്തെ മനസ്സിൽ ആഗ്രഹിച്ചുറപ്പിച്ചിട്ടുള്ളതാ. പക്ഷെ പിള്ളേരുടെ ഇപ്പോഴത്തെ മനസ്സിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ലെന്നേ. പോരെങ്കിൽ അവൾ എപ്പോഴും പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും ഞാനൊന്ന് കാര്യമായിട്ട് ആലോചിക്കട്ടെ. ആയിഷാമേ, ആ ഒന്നോട്. ഇതേ വരുന്നേ.